നേതാവ് ഹുസൈൻ മടവൂരിനെ വിമർശിച്ച് മുഖ്യമന്ത്രി. പോലീസ് മുസ്ലിം സമുദായത്തെ ഉന്നം വെക്കുന്നുവെന്ന ഹുസൈൻ മടവൂരിന്റെ അഭിപ്രായത്തിനാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ഈരാറ്റുപേട്ടയിൽ നടന്നത് ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. വിഷയം അന്വേഷിച്ച് ഹുസൈൻ മടവൂർ വിമർശിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവിടെ ഈരാറ്റുപേട്ടയിലെ കാര്യം പറഞ്ഞില്ലേ, എന്ത് തെമ്മാടിത്തരാണ് കാണിച്ചത്? യഥാർത്ഥത്തിൽ ആ ഫാദർ നേരെ വണ്ടി കയറ്റിയില്ലേ, യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടില്ല. ആ പോയ കൂട്ടത്തിൽ സ്വാഭാവികം നമ്മളെല്ലാവരും ആലോചിക്കില്ല. ചെറുപ്പക്കാരുടെ സെറ്റ് എന്ന് പറയുമ്പോൾ ആ സെറ്റില് എല്ലാവരും ഉണ്ടാവുന്നില്ലേ നമ്മൾ കണക്കാക്കരുത്. പക്ഷെ അതില് എല്ലാവരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ, ഞാൻ ചെറുപ്പക്കാരുടെ കൂട്ടത്തിലുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം തെരഞ്ഞെടുപ്പിച്ചതല്ല. ഹുസൈൻ മടവൂരിനെ പോലുള്ളവര് നിങ്ങളൊക്കെ ഒരു പ്രത്യേക സ്ഥാനത്ത് ഇരിക്കുന്നവരാണ്. തെറ്റായ ധാരണ വെച്ച് നടത്തിയത്, ശരിയായ ധാരണയോടുകൂടി മാത്രമേ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. തെറ്റൊക്കെ ചിലപ്പോൾ പോലീസിന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. അതെന്തൊക്കെ അത് നിങ്ങൾ ശ്രദ്ധപ്പെടുത്തിയാൽ അത് നമുക്ക് പരിഹരിക്കുന്നതിന് ഒരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ ഇക്കാര്യത്തിൽ അവർക്ക് സംഭവിച്ചെന്ന് പറയാനില്ല. അതാണ് ഞാൻ തോന്നുന്നത്. ആദിൽ പാലോടുണ്ട് വിവരങ്ങളുമായി. ആദിൽ, ഹുസൈൻ മടവൂരിന് കടുത്ത ഭാഷയിൽ തന്നെയാണ് മറുപടി നൽകുന്നത് മുഖ്യമന്ത്രി. മുസ്ലിം സമുദായത്തെ പോലീസ് ഉന്നം വെക്കുന്നുവെന്നായിരുന്നു ഹുസൈൻ മടവൂരിന്റെ ആരോപണം. എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? ഇന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി മുഖ്യമന്ത്രി നടത്തിവരുന്ന മുഖാമുഖങ്ങളുടെ ഭാഗമായി ന്യൂനപക്ഷങ്ങളുമായുള്ള മുഖാമുഖ പരിപാടിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത്. ഈ പരിപാടിയിലാണ് KNM നേതാവ് ഒപ്പം കോഴിക്കോട് പാളയം ജുമാ മസ്ജിദ് ഇമാമ് കൂടിയായ ഹുസൈൻ മടവൂർ ഇങ്ങനെ ഒരു ആരോപണം, ഇപ്പൊ എന്തെങ്കിലും കേസ് വന്നാൽ അത് മുസ്ലിം സമുദായങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറുന്നു. ഈരാറ്റുപേട്ടയിൽ സെന്റ് ഫൊറോന പള്ളിയിലെ വൈദികനെ വാഹനമിടിപ്പിച്ചെന്ന കേസിൽ ഇതിന് സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നതായിരുന്നു ഹുസൈൻ മടവൂരിന്റെ വാദം. എന്നാൽ പിന്നീട് ആ പരാമർശവും വിമർശനവും കഴിഞ്ഞ് മുഖ്യമന്ത്രി മറ്റു പരാമർശങ്ങളെല്ലാം നേതാക്കളുടെയും വിമർശനങ്ങളും പരാതികളും പ്രതികരണങ്ങളും കേട്ട ശേഷം മുഖ്യമന്ത്രി മറുപടി പറയുമ്പോഴാണ് മുഖ്യമന്ത്രി വളരെ വിമർശിച്ചുകൊണ്ട്, ഹുസൈൻ മടവൂരിനെ വിമർശിച്ചുകൊണ്ടും ഈ പൂഞ്ഞാർ സെന്റ് ഫൊറോന പള്ളിയിൽ നടന്നതിനെ ശുദ്ധ തെമ്മാടിത്തരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മറുപടി പ്രസംഗം നടത്തിയത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇങ്ങനെയായിരുന്നു: ഈരാറ്റുപേട്ട പള്ളിയിലെ സംഭവം അവിടെ കാട്ടിയത് തെമ്മാടിത്തരമാണ് എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ആ ഫാദറിന് നേരെ വണ്ടി കയറ്റുകയായിരുന്നു, അദ്ദേഹം രക്ഷപ്പെട്ടു. എന്നാലും ചെറുപ്പക്കാരുടെ സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാവും എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ മുസ്ലിം സമുദായ അംഗങ്ങൾ മാത്രമാണ് ആ സംഭവത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ തെരഞ്ഞു പിടിച്ച് മുസ്ലിം സമുദായ അംഗങ്ങളെ മാത്രം അറസ്റ്റ് ചെയ്തതല്ല, സംഭവത്തിലുള്ളവർ മുസ്ലിം അംഗങ്ങൾ മാത്രമായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഹുസൈൻ മടവൂരിനെ പോലെയുള്ളവർ ആലോചിച്ച് അന്വേഷിച്ച ശേഷം ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കണം, തെറ്റായ ധാരണ വെച്ച് പുലർത്തരുത് എന്ന വിമർശനങ്ങളോടുകൂടി മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ ചേർത്തു. പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടാകാം, ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ആ തെറ്റ് തിരുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.